വെപ്പൺസ് പുതുതായിട്ട് തിയേറ്ററുകളിൽ റിലീസായ സാക് ക്രിഗർ സംവിധാനം ചെയ്ത് ജൂലിയ ഗാർണർ, ജോഷ് ബ്രോലിൻ തുടങ്ങിയവർ അഭിനയിച്ച ഇംഗ്ലീഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസം രാത്രി നടക്കുന്ന ഒരു അസാധാരണ സംഭവം, അതിന്റെ പിന്നിലെ നിഗൂഢത എന്തെന്നുള്ള അന്വേഷണവുമാണ് വെപ്പൺസ് എന്ന ഈ സിനിമ പറയുന്നത്. ഞാൻ ഈ സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ, ബേസിക് പ്ലോട്ട് എന്താണെന്ന് അറിയാതെ, ട്രെയിലർ ഒന്നും കാണാതെ, ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രം കണ്ടിട്ടാണ് ഈ പടം കാണാൻ പോയത്. നിങ്ങളും പടത്തെക്കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും അറിയാതെ, ട്രെയിലർ ഒന്നും കാണാതെ പടം കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആകെ അറിയാമായിരുന്നത് പോസ്റ്ററും അതിൽ നിന്ന് അതൊരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണെന്നും മനസ്സിലായതാണ്. പിന്നെ 2022 ഇറങ്ങിയ ബാർബേറിൻ എന്ന സിനിമയുടെ സംവിധായകന്റെ പടമാണ് ഇത് എന്നറിയാമായിരുന്നു. അതെനിക്ക് അത്യാവശ്യം വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ പടത്തിന് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ പിന്നെ കുറെ ദൂരം സഞ്ചരിച്ച് ഒരു 10-65 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ഈ പടം കണ്ടത്. എന്റെ ഏകദേശം ഒരു ഫുൾ ദിവസം പോയി എന്ന് പറയാം. പക്ഷേ എനിക്കത് വെർത്തായിട്ടാണ് തോന്നിയത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഗ്രിപ്പിംഗ് ആയിട്ടുള്ള കഥയാണ്. അങ്ങനെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്ററിയാണ് ഈ പടത്തിലുള്ളത്. സ്ലോ ബേണിംഗ് ആണ്, എൻഗേജിംഗ് ആണ്. ഹൊറർ മിസ്റ്ററി പടമാണെങ്കിലും അങ്ങനെ പ്രേതത്തെ വെച്ചുള്ള പേടിപ്പിക്കലല്ല, അല്ലെങ്കിൽ ചാടി വന്ന് പേടിപ്പിക്കുന്ന ജംപ് സ്കെയർ സീനുകളൊന്നും ഉള്ള ടൈപ്പ് ഐറ്റം അല്ല. ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫറിക് ഹൊറർ ആണെന്ന് പറയാം. അതിനോടൊപ്പം ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവം കൂടിയുണ്ട്. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓണറാണ്. സോ ഒരുപക്ഷെ അതുകൊണ്ടാവാം എനിക്ക് ഈ പടം കുറച്ചുകൂടി വർക്കായത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്കെന്തോ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ സ്കൂളിൽ നടക്കുന്ന സംഭവം തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നോൺ ലീനിയർ സ്റ്റൈലിലാണ് ഇതിന്റെ ഒരു കഥ പറച്ചില്. അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. ഒരു കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചാപ്റ്റർ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ കാഴ്ചപ്പാടിലൂടെ ഒരേ സിറ്റുവേഷൻ, ഒരേ സീനൊക്കെ തന്നെ മറ്റൊരു ആംഗിളിലും നമുക്ക് കാണാൻ പറ്റും. അത് രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ടൈറ്റില് സിനിമയ്ക്ക് പക്ക മാച്ചാണ്. അത് കുറച്ച് ആലങ്കാരികമായിട്ടാണ് അവർ ടൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പടം കണ്ടു കഴിയുമ്പോൾ എന്തായിരുന്നു വെപ്പൺസ് എന്ന ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൽ ചില ഡാർക്ക് കോമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ അത്യാവശ്യം നന്നായിട്ട് ചിരി പടർത്തിയിരുന്നു. പിന്നെ ചില സീനുകൾ കണ്ടപ്പോൾ എനിക്ക് പഴയ ക്ലാസിക് ഇംഗ്ലീഷ് ത്രില്ലർ ഷൈനിങ് ഓർമ്മ വന്നായിരുന്നു. അതുപോലെ സൂര്യയുടെ ഒരു പഴയ തമിഴ് പടം ഒക്കെ ഓർമ്മ വന്നു. പ്ലോട്ട് അല്ല കേട്ടോ, ചെറിയ ചില സീനുകൾ കൊണ്ട്. അഭിനയിച്ചവരുടെ എല്ലാം നല്ല പെർഫോമൻസ് പടത്തിലുണ്ട്. ജസ്റ്റൈൻ എന്ന ടീച്ചറായിട്ട് ജൂലിയ ഗാർണർ ആണ് വന്നിരിക്കുന്നത്. നൈസായിരുന്നു. ആർച്ചർ എന്ന കഥാപാത്രമായിട്ട് ജോഷ് ബ്രോലിൻ, അതുപോലെ പോൾ ആയിട്ട് വന്ന ആൽഡൻ കാലബ്, ജെയിംസ് ആയിട്ട് വന്ന ഓസ്റ്റിൻ എബ്രാംസ്, ഗ്ലാഡിസ് ആയിട്ട് വന്ന ആമി മെഡിഗൻ, പ്രിൻസിപ്പൽ ആയിട്ട് വന്ന ബെനഡിക്ട്, പിന്നെ അലക്സ് ഉൾപ്പെടെ അങ്ങനെ കുറെ കുട്ടികൾ പടത്തിലുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നല്ല പെർഫോമൻസുകളുണ്ട്. ഇതിലെ മെയിൻ വില്ലൻ കഥാപാത്രവും മികച്ചതാണ്. ടെക്നിക്കലിയും സിനിമ മികച്ചതാണ്. ഇതിന്റെ ക്യാമറ, പ്രത്യേകിച്ച് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ആംഗിളുകളൊക്കെ നൈസാണ്. നോൺ ലീനിയർ സ്റ്റൈലിലുള്ള എഡിറ്റിംഗും പടത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മിസ്റ്ററി മൂഡിനെ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും കൂടുതലും സൈലന്റ് ആണ് പടത്തിലുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറവാണ്. പക്ഷെ ഉള്ളിടത്ത് അങ്ങനെ ഒരുപാട് ലൗഡായിട്ടുള്ള സ്കോർ അല്ല, പക്ഷെ ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ മേക്കപ്പ് ആണോ VFX ആണോ പ്രോസ്തറ്റിക് മേക്കപ്പ് ആയിരിക്കും, എനിക്കറിയത്തില്ല. അതും എടുത്തു പറയണം. ഇനി നെഗറ്റീവ്സ് ചോദിച്ചാൽ കഥയിൽ കുറച്ച് സംശയങ്ങൾ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായിരുന്നു മോട്ടീവ്, അത് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് പറയാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പക്ഷെ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചില സ്വപ്നരംഗങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നി. ഒരേപോലെയുള്ള സ്വപ്നം അതെന്തുകൊണ്ട് വന്നു എന്നൊക്കെ. പിന്നെ ഇത് ബേസിക്കലി ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉള്ള അല്ലെങ്കിൽ ഹൊറർ പടം തന്നെയാണ്. അതിലൊരുപാട് നമ്മൾ ലോജിക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള നല്ലൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ് വെപ്പൺസ്. എനിക്ക് പടം പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കഥയുടെ പ്രത്യേകത കൊണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ, വിഷ്വൽസ് ഒക്കെ കൊണ്ട് ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. തിയേറ്ററിൽ കണ്ടാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുക. വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല തിയേറ്ററിൽ കണ്ടാൽ. 2 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഞാൻ കണ്ട തിയേറ്ററിൽ ഇതിന്റെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതേതായാലും നന്നായി. പിന്നെ പടം അഡൽസ് ഒള്ളിയാണ്, കുട്ടികൾക്ക് കാണാൻ കൊള്ളില്ല, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.